നമ്മുടെ സ്വന്തം എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ സ്വന്തം അമ്മ. ഇന്ന് ലോക മാതൃദിനം. ഈ ദിവസത്തിൽ എല്ലാ അമ്മമാർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഒരു സ്ത്രീയുടെ പൂർണ്ണത എന്നറിയപ്പെടുന്നത് അവൾ അമ്മയാകുമ്പോഴാണ്. അതേപോലെ ഒരു അമ്മയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. 1999, 2000 കാലഘട്ടങ്ങളിൽ IVF ICSI പ്രൊസീജിയർ വഴി ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിൽ ജനിച്ച ആദ്യത്തെ അമ്മമാരിൽ ഒരാളാണ് മിസ്സസ് ആലിസ് ജോൺ. ആ അമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം. മാം, സർ, ആ കാലഘട്ടങ്ങളിൽ IVF ICSI പോലുള്ള ഒരു പ്രൊസീജിയർ അത് ചെയ്ത് അമ്മയാകുക എന്നുള്ളൊരു തീരുമാനം എടുത്തായിരുന്നു. ആ തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഒന്ന് വിവരിക്കാം. ഞങ്ങൾ 99 വർഷത്തിലാണ് ഡോക്ടർ അഷ്റഫിൻ്റെ അടുത്ത് വരുന്നത്. ഞങ്ങളെ പലയിടത്തും അന്ന് ഏകദേശം 14 വർഷത്തോളമായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പല സ്ഥലങ്ങളിലും ട്രീറ്റ്മെൻറ്റിനെല്ലാം പോയി കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ട്രീറ്റ്മെൻ്റ് ഒന്നും ഇനി വേണ്ട എന്നുള്ളൊരു പരിസ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് വഴി നമ്മുടെ അഷ്റഫ് ഡോക്ടറിൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടില്ല. ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. കൊടുങ്ങല്ലൂർ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ടെന്നും ഡോക്ടറെ കുറിച്ച് ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പം ഇവരിങ്ങനെ നമുക്കൊരു ഫാമിലി ഫ്രണ്ട് വഴി ഇങ്ങനെ നമുക്ക് അറിവ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഒരു ലാസ്റ്റ് റിസോർട്ടായിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നതും അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറുടെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം എന്താ നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കി. ഡോക്ടർ അതിൻ്റെ ഇനിഷ്യലായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ വീണ്ടും നമ്മളെ പഴയതിലേക്കൊന്നും അങ്ങനെ സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റേഷൻസ് വരില്ല, അങ്ങനെയൊന്നും ഡോക്ടർ ചെയ്തില്ലായിരുന്നു. ഡോക്ടറും കാര്യം നമുക്ക് അതുകൊണ്ട് ഡോക്ടർ നമുക്ക് ഭയങ്കര ഹൃദ്യമായിട്ട് തോന്നി. ഡോക്ടറെ സമീപനം ഡോക്ടർ ശരിക്കും ഞങ്ങൾ എത്തിപ്പെട്ട നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾക്ക് അന്ന് ബോധ്യമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞത് 1-2 IUI ഒക്കെ എനിക്ക് ചെയ്തു എന്ന് തോന്നുന്നു അത് ചെന്ന് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ ICSI അന്ന് നമ്മൾ കേട്ടിട്ടൊന്നുമില്ല കേട്ടോ. കാര്യം ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് കേട്ടോ, ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നില്ല. അപ്പോൾ നമുക്ക് അല്ലാതെ ഒന്നും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അത്ര അവയർനെസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് ഡോക്ടർ ഫോറിനിൽ നിന്ന് വന്നിട്ടായിരുന്നു അത് ചെയ്യാൻ. ആദ്യത്തെ എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ഡോക്ടർ ജർമ്മനിയിൽ നിന്ന്. അപ്പൊ അവിടുന്ന് ഡോക്ടർ വന്നിട്ടായിരുന്നു ഇതിന് അസിസ്റ്റ് ചെയ്യുന്നതെന്ന്. വല്ല ഡോക്ടർ ഞങ്ങളോട് അതിന്റെ എല്ലാ ഹിസ്റ്ററിയും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളോട് വില്ലിങ്നെസ് നമ്മളോട് ചോദിച്ചിട്ടാണ് നമ്മൾ അതിനകത്തേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു ലാസ്റ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഇതൊരു ലാസ്റ്റ് ഇതായിട്ട് തന്നെ ഞങ്ങൾ എടുത്തത്. ഒന്നുകൂടെ ഒരു ട്രയലും കൂടെ നടത്താം എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തു. ഈ കാലഘട്ടങ്ങളിൽ 14 വർഷം എന്ന് പറഞ്ഞല്ലോ മാം. അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ തരം ചികിത്സകളാണ് മാം എടുത്തിരുന്നത്? കൂടുതലും ഹസ്ബൻഡിന്റെ ഇതിന്റെ പ്രശ്നമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ മോട്ടിലിറ്റി വർദ്ധിക്കാനും അതിന്റെ വേണ്ടിയിട്ടുള്ള ചികിത്സകളായിരുന്നു കൂടുതൽ. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഇതിന്റെ ഇതെല്ലാം നോക്കുമായിരുന്നു. പിന്നെ ഈ IUI എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ നമ്മള് ചെയ്തിട്ട് ഇത് ചെയ്യുന്ന, അപ്പൊ അത് ചെയ്തു നോക്കിയായിരുന്നു. പലയിടത്തും നമുക്ക് ടാബ്ലറ്റ് ഗുളികകളും പിന്നെ ഇതേപോലെ ഹോർമോൺ ഇഞ്ചക്ഷനും അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഈ സ്പേമിന്റെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. നമ്മൾ പിന്നെ അവിടെ പോയി നിൽക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ നമുക്കൊരു മാനസികമായ മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഒരു മാനസികമായ വിഷമം തോന്നിക്കൊണ്ടിരുന്നു. അല്ലെങ്കിൽ നമുക്കത്ര പിന്നെ അറിയാമല്ലോ നമ്മുടെ സമൂഹത്തില് അതെ നമുക്കത് ഇതൊരു പ്രശ്നം. ഞാൻ ഓഫീസിൽ പോകുന്നു, ജോലിക്കും പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അത്ര ചെയ്തത്. പക്ഷെ നമ്മളെക്കാൾ ഇത് സമൂഹമായിരുന്നു നമ്മളെ അതെ നമ്മളെ കൂടുതൽ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മള് എവിടെയും പോകാനൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലൊക്കെ മനസ്സുറന്നൊക്കെ പോകാൻ തന്നെ നമുക്ക് മടിയായിരുന്നു അവസാനമൊക്കെ ആയപ്പോഴേക്ക്. ഒരു തെറ്റായ ധാരണയുണ്ട് IVF ICSI പ്രൊസീജിയർ വഴി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന്. നിങ്ങളുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയതാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുള്ള വ്യക്തികളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊന്നുമില്ല, പക്ക നോർമൽ കുട്ടി തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് തന്നെ. നമുക്ക് അതിൻ്റെതായ അങ്ങനെ ഒരു ഒന്നും തോന്നിയിട്ടില്ല. മെന്റലി ആളുടെ നമ്മളിങ്ങനെ വലുതായിരുന്നു എല്ലാ സ്റ്റേജുകളും നല്ല കറക്റ്റായിട്ട് തന്നെ പോയതും നമ്മൾ അവളുടെ റിയാക്ഷനും എല്ലാം മോളുടെ റിയാക്ഷനും എല്ലാം ഒന്നും ഒരു നോർമാലിറ്റി ഒരു കാലഘട്ടത്തിലും തോന്നിയിട്ടില്ല.
എൻ്റെ കൂടെ വന്ന കുട്ടികൾക്ക് ഞങ്ങൾക്ക് കൺസ്യൂമെൻറ്റും എല്ലാം ഭയങ്കര നോർമലായിരുന്നു. കംപ്ലീറ്റ് നമുക്ക് വേറൊരു ബുദ്ധിമുട്ടുകളോ അതെല്ലാം ഒരു നാച്ചുറൽ ഇത് തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇതുപോലും സ്പെഷ്യൽ ലീവ് പോലും എടുക്കേണ്ടി വന്നില്ല എനിക്ക്. എന്ന് വെച്ചാൽ ഞാൻ പ്രിക്കോഷനായിട്ട് ഒരു ആദ്യത്തെ ഒരു 3 മാസത്തേക്ക് നമുക്കൊരു ഇതുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ലീവ് എടുത്തൊന്നുമില്ലാതെ നമ്മളെ കൺസ്യൂമെന്റ് തൊട്ട് നമുക്ക് അങ്ങനെ ഒരു യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എനിക്ക്. മോളെ കുറിച്ചിട്ട് ഒന്ന് പറയാം. ഇപ്പൊ എത്ര വയസ്സായി, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ ആക്ടിവിറ്റിയിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, ബ്രില്യൻസ് എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഓഗസ്റ്റ് 2000 മോൾ ജനിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും 24 വയസ്സാവും. എറണാകുളത്ത് തന്നെയാണ് മോള് പഠിച്ചത്. ആദ്യ കാലഘട്ടത്തിൽ KV2 KVയിലാണ്, കേന്ദ്ര വിദ്യാലയയിലാണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞ് +2 ആയി കേന്ദ്ര വിദ്യാലയയിൽ പഠിച്ചിരുന്നത്. അവിടുത്തെ +2 ആകുമ്പോഴേക്കും അവർ സ്കൂളിൽ ഇടും. പക്ഷെ മറ്റെല്ലാം കൾച്ചറൽ ലീഡർ ആയിരുന്നു അവൾ അവിടുത്തെ. പിന്നെ എല്ലാത്തിനകത്തും ഒരു ഓൾറൗണ്ടർ ആയിരുന്നു അവൾ. സ്പോർട്സിലും പിന്നെ റൈറ്റിങ്, എസ്സേ റൈറ്റിങ്, സ്പീച്ച്, റെസിറ്റേഷനും. ചെറിയ ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ ഫാൻസി ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ആ ഇതിലൊക്കെ കൊണ്ടുപോകായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരോ സ്റ്റേജ് വരുമ്പോഴേക്കും ഓരോരോ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയായിരുന്നു. 10 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും അവളെ ഈ സ്പീച്ച് പറയിപ്പിക്കുകയായിരുന്നു. അവിടെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നുകൊണ്ട് ഇംഗ്ലീഷ് എനിക്കൊന്ന് 7 വയസ്സ് വരെയൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും അവൾ നന്നായി വായിക്കുമായിരുന്നു. ഞാൻ 10 വയസ്സാകുമ്പോൾ തന്നെ ഇവിടെ ലൈബ്രറിയിൽ ചേർക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നന്നായി ഭയങ്കര വായനക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഞാനൊരു 7 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് 7ാം ക്ലാസ് പഠിച്ചപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് എഴുതി കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവൾ തന്നെയാണ് സ്പീച്ച് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. എന്ത് വേണമെങ്കിലും അവളുടെ ബുക്സുകൾ, അവൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുക്സുകൾ അവൾക്ക് വായിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ജനറൽ നോളജ് ഉണ്ടായിരുന്നു. അവളോട് ജനറൽ നോളജും പിന്നെ നല്ലൊരു വൊക്കാബുലറി ഉണ്ടായിരുന്നു. നല്ലൊരു ഗ്രാസ്പിംഗ് പവർ ഉണ്ട്. അവളെ ഏറ്റവും ഞാൻ കണ്ടിരുന്നത് അതായിരുന്നു. എൻ്റെ മോളുടെ പേര് ഹന്നയാണ്. ഹന്ന, HANNAH, ഹാന എലിസബത്ത്. ഞങ്ങൾ അന്നക്കുട്ടിന്ന് വിളിക്കുന്നു. അവള് 10th സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു അവൾക്ക് 12 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓരോ വിവിധ, അത് ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ളത്. കൾച്ചറൽ ഡ്രോയിങ്, പെയിന്റിങ്, ഇത് ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാത്തിനും. അപ്പൊ ഞാൻ അവസാനമൊക്കെ ആകുമ്പോൾ അന്നയോട് പറയായിരുന്നു, 8th ആയപ്പോൾ ഞാൻ ഇങ്ങനെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആയി, ഏതെങ്കിലും ഒന്നത്തെ നീ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ സ്പീച്ചിലേക്ക് പോകുന്നത്. 10th ഗ്രാജുവേറ്റിലാണ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ചെയ്തത്. +2 അതുകൊണ്ട് അതിന് ഗ്രാജുവേഷന് പിന്നെ കാനഡയിൽ ചെയ്തത് ന്യൂ ബേൺസ്വിക്കില് സെന്റ് തോമസ് യൂണിവേഴ്സിറ്റിയിലെ ചെയ്തു. അതിനു മുമ്പ് അവള് +2 പഠിച്ചിരുന്നപ്പം എൻ്റെ രാജഗിരിയിൽ നിന്ന് ഈ UN മോഡൽ യുണൈറ്റഡ് നേഷൻസിന്റെ UN പ്രോഗ്രാമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അതൊരു വേൾഡ് ലീഡേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഡിബേറ്റ് കോമ്പറ്റീഷനാണ്. അപ്പം അതിന് ഇവിടുന്ന് സെലക്ട് ചെയ്ത് പോയത്, സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത്. അത് ഭയങ്കര ഒരു എക്സ്പോഷർ ആയിരുന്നു, ഇങ്ങനെ ലോകം മുഴുവനുള്ള എല്ലാ സ്റ്റുഡൻസിനെയും കണ്ടുമുട്ടുക എന്നുള്ളതും. അപ്പം അങ്ങനെ നല്ലൊരു ലെവലിലേക്ക് അവൾക്ക് വരാൻ പറ്റി. അപ്പോൾ അന്നേരം അവൾക്കൊരു തോന്നലുണ്ടായി, എനിക്ക് ഇങ്ങനെ ഒരു വേൾഡ് ഇത് ചെയ്യാൻ പറ്റിയ മാത്രം അങ്ങനെ എല്ലാ ഇതിനകത്തേക്ക് അങ്ങനെ ഒരു പ്രചോദനം ഇൻസ്പയർഡ് ആയിട്ടാണ് കാനഡയിൽ ഒരു പബ്ലിക് പോളിസി പഠിക്കാൻ പോകുന്നതും. അത് പിന്നീട് അതിൻ്റെ മാസ്റ്റേഴ്സ് പാരീസിൽ ചെയ്തുകൊണ്ടിരിക്കുക, വേൾഡ് ഫേമസ് ആയിട്ടുള്ള സയൻസ് പോ യൂണിവേഴ്സിറ്റിയിൽ. അത് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫീൽഡ്, ഭയങ്കര ഒരു വാല്യൂ ഉള്ളതാണ് സ്കൂളിൽ. നമ്മളിവിടെയൊക്കെ IIT പോലെ ടേബിള്. ഇപ്പോൾ അവള് ജോലി ചെയ്യുന്നത് ഒരു ബാങ്കിലാണ്. അതിനകത്ത് വേൾഡ് ബാങ്കിന്റെ ഒരു ഡിവിഷൻ ഉണ്ട്, ചാർജ് ഉള്ള ഒരു ഇതുണ്ട്. അതിനകത്ത് അവരുടെ ഇതിനകത്താണ് അവളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ അവള് ഭയങ്കര പാഷനേറ്റ് ആട്ടോ, അതൊരു കാര്യമുണ്ട്. ഇപ്പം നമുക്ക് ആക്ച്വലി ഇതൊരു വലിയൊരു മെസ്സേജ് ആണ്. കാരണം ഇതുവഴി കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ശരിയാവോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇത് കേൾക്കുമ്പോൾ ആക്ച്വലി ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശരിയാ, അങ്ങനെ നോർമലായിട്ട് തന്നെ, കംപ്ലീറ്റ്ലി നോർമൽ. എക്സ്ട്രാ ഓർഡിനറിയിലേക്കാണ് ദൈവം നമുക്ക് തോന്നുന്നത്. ഇപ്പൊ IVF ഫിക്സ് ചെയ്തതിന് ശേഷം ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് യാതൊന്നും കുഴപ്പമില്ല. കാര്യം അന്ന് എല്ലാവരും പറയുമായിരുന്നു, ഇങ്ങനെ ഹോർമോൺ ഇഞ്ചക്ഷൻ ആണല്ലോ നമുക്ക് തരുന്നത്. അപ്പം അന്നേരം എന്തെങ്കിലും അപ്പം എല്ലാവരും പറയുമ്പോഴേക്കും നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പം എന്നാലും പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ബാധിച്ചില്ല എന്നുള്ളതാണ് ശരിക്കും. ഭയങ്കര പീസ് ഓഫ് മൈൻഡ് തന്നെയായിരുന്നു കേട്ടോ. അത് എനിക്കൊന്ന് ദൈവം തന്നൊരു അനുഗ്രഹം തന്നെ ഞാൻ വിചാരിക്കും. ഒരു പാരന്റ് ആയപ്പോൾ, അച്ഛനും അമ്മയും ആയപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, അതൊന്ന് പറയാമോ?
ശരിക്കും മാതൃത്വം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹനീയമായ ഒരു കാര്യമാണ്. ഞങ്ങളും ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്നിട്ടും കിട്ടാതിരുന്നപ്പോൾ ശരിക്കും നമുക്കത് വിലക്കപ്പെട്ടത് കിട്ടിയതുപോലെ, എന്താ പറയുക, അത്ര വിവരിക്കാനാവാത്ത സന്തോഷം തന്നെയാണ്. അത് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്കറിയില്ല അത്രയ്ക്ക് നമുക്ക് അവള് നല്ലൊരു ബേബി ഇങ്ങനെ കയ്യിൽ വരുമ്പോൾ തന്നെ നമുക്ക് എനിക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ നല്ല കൊച്ചാന്ന് നമുക്ക് അത്രയ്ക്ക് തോന്നിപ്പോ, അത്ര ഗ്രേസ്ഫുൾ ആയിട്ട്. ശരിക്കും അങ്ങനെ അമ്മമാർക്ക് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് അത്രയ്ക്ക് നമ്മുടെ മനസ്സിന്റെ ഇതുകൊണ്ടായിരിക്കും കേട്ടോ, നമുക്ക് വിവരിക്കാനാവാത്ത സന്തോഷം തന്നെയായിരുന്നു മോളുടെ. അപ്പൊ നമുക്കത് ഭയങ്കര അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ. പക്ഷെ എന്നാലും മെച്യൂർ പാരന്റ്സിന് കുട്ടികളുണ്ടാവുമ്പോൾ വ്യത്യാസം ഉണ്ടാവും എന്ന് പറയുന്നില്ല. എനിക്കൊന്നും അതൊരു ഇതുണ്ടായിരുന്നിരിക്കാൻ. നമ്മൾ കുറച്ചുകൂടെ ഇത്രയും മെച്യൂറായി കഴിഞ്ഞിട്ടല്ലേ. എനിക്ക് ഏകദേശം 39 years ആയിരുന്നു ഞാൻ. അപ്പൊ അന്നേരം എനിക്കൊന്ന് ആ ഒരു ഇതില് പക്ഷെ എനിക്കൊന്ന് എല്ലാരും പറയാം മെച്യൂർ പാരന്റ്സ് കൂടുതൽ മെച്യൂരിറ്റി പിള്ളേരിലേക്ക് വരുന്നു. അത് ശരിക്കും വളരെ വാസ്തവം എനിക്ക് തോന്നി കേട്ടോ. ഹന്നയുടെ വളർച്ചയില് അങ്ങനെ എല്ലാരും പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞ കൊച്ചിന്റെ മുഖം കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം, അടക്കാനാവാത്ത സന്തോഷം തന്നെയായിരുന്നു. എല്ലാരും 15 വർഷം കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായി എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഒരു നമ്മുടെ കൺസ്യൂമെന്റ് തന്നെ നമ്മളെല്ലാവർക്കും ഒരു സംശയകരമായിരുന്നല്ലോ. ഞാൻ വളരെ സ്റ്റേജ് എക്സ്പോഷർ കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ കുഞ്ഞാരിന്ന് 3 വയസ്സായപ്പോ തന്നെ അവള് ഇതിനകത്ത് എന്താണ് സ്മൈലിംഗ് കോൺടെസ്റ്റ് സാലി അതിനൊക്കെ സമ്മാനം കിട്ടുമായിരുന്നു. പിന്നെ നമ്മളിവിടെ ഫ്ലവർ ഷോ ഇല്ലേ, അതിനകത്ത് നമ്മൾ അതിനകത്ത് 2-3 പ്രാവശ്യങ്ങളായിരുന്നു ഫ്ലവറുകൾ. അതിന്റെ ഫ്ലവർ പ്രിൻസസ് ആയിട്ട് കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ അതാ എനിക്കൊന്നും അതുകൊണ്ടായിരിക്കും അവൾക്ക് ഈ സ്പീച്ചിലൊക്കെ നല്ല സ്റ്റേജ് ക്രൗഡിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മടി ആദ്യമേ ഉണ്ടായിരുന്നില്ല. ഇല്ല, ഒട്ടുണ്ടായിരുന്നില്ല. നമ്മള് പ്രോഗ്രാമിനൊക്കെ നമ്മള് കല്യാണത്തിനൊക്കെ പോകുമല്ലോ. കല്യാണത്തിനൊക്കെ പോയി കഴിയുമ്പോൾ അന്നത്തെ കാലത്ത് ഈ ടിവിയിലൊക്കെ എപ്പോഴും എന്താണ് ഈ ഓരോരുത്തര് ഇങ്ങനെ പരിപാടികളിലെ ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് ചോദിക്കില്ലേ നിങ്ങൾ എവിടുന്ന് വരുന്നത് എന്താന്ന്. ഹാനയുടെ മെയിൻ പരിപാടി അതായത് നമ്മളെന്തെങ്കിലും ഒരു ഗ്യാതറിംഗിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാരും അതിശയിച്ചു വിളിച്ചിട്ട് അവള് എല്ലാരോടും നിങ്ങൾ എന്ത് ചെയ്യുന്നു അങ്ങനെ ചെന്നൊക്കെ നന്നായി പറയും, സംസാരിക്കായിരുന്നു. അവർക്ക് ഒട്ടും സ്റ്റേജ് അമ്മയാകാൻ സാധിക്കാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും ആകാൻ പറ്റാത്ത ഒരുപാട് ദമ്പതികളുണ്ട് നമ്മളുടെ ഇടയിൽ. അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളൊരു പരിധി വരെ നാച്ചുറൽ കൺസ്യൂമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന് നമ്മൾ പോവുക. അത് കഴിഞ്ഞിട്ട് അതിന് സാധിക്കുന്നില്ല. ഇന്നത്തെ കാലത്തുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കഴിവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെ നമുക്ക് പറയാനുള്ളത്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മളൊരു പീരീഡ് ഉണ്ടല്ലോ, അതെന്താണേലും നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതുപോലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓപ്ഷൻസ് എക്സ്പോഷർ എല്ലാം ഉണ്ട്. ഒരു നാച്ചുറൽ ഒരു പീരീഡ് കാൽക്കുലേറ്റ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ഇതിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ്. ഒരു റെക്കമെൻഡേഷൻ ഇപ്പോൾ സാർ പറഞ്ഞായിരുന്നു, ഒരുപാട് വ്യക്തികളെ ക്രാഫ്റ്റിലേക്ക് നിങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് തരം ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് റെക്കമെൻഡേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് തരം ഒരു ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറാണോ, ഏത് തരം റെക്കമെൻഡേഷൻ ആയിരിക്കും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുക? ഞങ്ങളെ സംബന്ധിച്ചോളം കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റൽ തന്നെയാണ് ഞങ്ങളെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുങ്ങല്ലൂർ ഡോക്ടറുടെ സേവനവും അവിടുത്തെ മറ്റുള്ള ഡോക്ടറുടെ ഇതും മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ എല്ലാം നമുക്ക് വളരെ പ്ലേസിങ് ആയിരുന്നു. പ്രത്യേകിച്ച് അഷ്റഫ് ഡോക്ടർ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ നമ്മൾ ഡോക്ടർ ദൈവദൂതനെ പോലെ നമ്മൾ കണ്ടിരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ദൈവം ഡോക്ടറിലൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പം അന്നേരം എനിക്ക് ഞങ്ങൾ അന്ന് നേരിട്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം വളരെയധികം പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിനെ തന്നെ സജസ്റ്റ് ചെയ്യാണ്.